ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റന്റ് റെസിപ്പിയാണ്. നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കത് ഇലയിൽ വിളമ്പാനും പറ്റും. അപ്പം നമുക്ക് ഈ സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിക്ക് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിട്ടുള്ള ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയും അതുപോലെ തന്നെ മുളകാപ്പച്ചടിയൊക്കെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നു കരുതുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കുകയാണ്. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിന്ന് സദ്യ സ്പെഷ്യല് മാങ്ങയുടെ അച്ചാർ അല്ലെങ്കിൽ മാങ്ങാക്കറി എന്നും പറയും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള മാങ്ങയാണത്. പിന്നെ അതിൻ്റെ കൂടെ കാന്താരി മുളകാണ് കേട്ടോ ചേർക്കുന്നത്. പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. അപ്പോൾ ഞാനിത് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മാങ്ങ അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട പൊടികളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മാങ്ങ ഇതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പരമാവധി നമ്മൾ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക. എന്നുണ്ടല്ലേ ഇത്രയും ചെറുതായിട്ട് വേണം. ഈ ഒരു കനത്തിൽ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കണത്. നല്ലെണ്ണ വെച്ചിട്ടാണ് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു 3 ടീസ്പൂൺ അല്ല കേട്ടോ, 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ചീനമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നമ്മുടെ കറിക്ക് അച്ചാറിന് എത്രയാണ് കുറച്ച് വെള്ളം ലൂസായിട്ടുള്ളതാണോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ളതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഉണ്ട് കേട്ടോ. അത് വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. പിന്നെ നമുക്ക് മാങ്ങയിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് കല്ലുപ്പൊക്കെ അലിഞ്ഞ് നന്നായിട്ടൊന്ന് ഈ വെള്ളം നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വെള്ളം ഓഫാക്കി ഇടുകയാണ്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തണുക്കണം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ വീണ്ടും
ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ചീനമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിപ്പിച്ചതാണ് കേട്ടോ. കാശ്മീരി മുളക് അച്ചാറിലേക്ക് വേണ്ടിയിട്ട് പൊടിപ്പിച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. ചട്ടിയുടെ ചൂട് നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പറ്റ ഓഫാക്കിയിടുക കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. നമുക്കത് കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ട്, അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അത് ഇതിലേക്ക് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ഉണ്ടോ ഇത്രയും ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗ്രേവി പോലെ ഉണ്ടാവും. ഇതിൽ ഇതൊന്നും കൂടി ഇരുന്നിട്ട് തിക്കാവും കേട്ടോ. ഇതായിട്ടൊന്ന് ചൂട് വിട്ട് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണ് ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉലുവയുടെ പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സദ്യക്ക് വിളമ്പുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന മാങ്ങക്കറി അല്ലെങ്കിൽ മാങ്ങയുടെ അച്ചാർ റെഡിയായി. നമുക്ക് ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അധികം ചൂടൊന്നുമില്ല, തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പി ബോട്ടിലിലോ ഒക്കെ ആക്കി വയ്ക്കാം കേട്ടോ. നമുക്കിപ്പോൾ വേണമെങ്കിലും കൂട്ടാം. നമുക്ക് പെട്ടെന്ന് വിളമ്പാൻ പറ്റിയിട്ടുള്ളൊരു രീതിക്കാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സദ്യയിൽ ഇലയിലൊക്കെ വിളമ്പാൻ പറ്റുള്ള മാങ്ങയുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെ അച്ചാർ ഇതാ തണുത്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നൊരു ഭരണിയിലേക്ക് ആക്കി വെക്കുകയാണ്. കണ്ടില്ലേ, നല്ല പാകത്തിന് നമ്മൾ ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഒഴുകിയൊന്നും പോവില്ല. കറക്റ്റ് ആ ഒരു കട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് മാങ്ങ. അപ്പം നമ്മൾ ഇത് ഒരു ഭരണിയിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ ഇങ്ങനെ ഒരു ഭരണിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ സദ്യക്ക് വിളമ്പുന്ന മാങ്ങാക്കറി എന്നാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ പറയുക. ചിലർ മാങ്ങ അച്ചാറെന്നും പറയുന്നുണ്ട്. ഏതായാലും രണ്ടും ഒന്ന് തന്നെയാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്,
അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. എൻ്റെ ഇഞ്ചിക്കറിയുടെയും അതേപോലെ തന്നെ മുളകാ പച്ചടി പുളിയിഞ്ചിയുടെ ഒക്കെ റെസിപ്പി ആ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ല ഇതുപോലത്തെ നല്ല നാടൻ സദ്യ റെസിപ്പി തന്നെയാണ് ഇനി വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.